സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ ഈശോ അടിപ്പിട പോലെ കർത്താവേ, വൈദാഘാതം പോലെ കർത്താവേ, ദൈവികമായ ശക്തി എല്ലാ മക്കളുടെയും അഭിഷേകം ചെയ്യണമേ, എല്ലാ മക്കളുടെയും അഭിഷേകം ചെയ്യണമേ. വീശി അടിക്കട്ടെ ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ കരുണയുടെ കാറ്റ്. നോട്ട് ബൈ മെറിറ്റ്, നോട്ട് ബൈ ഗ്രേസ്. നിന്റെ കഴിവല്ല, നിന്റെ കൃപ അടിയറവെക്കുന്ന കർത്താവേ, നിന്റെ തിരുസന്നിധിയിലെ കർത്താവേ, നിന്റെ കരുണയുടെ കാറ്റ്, നിന്റെ കരുണയുടെ കാറ്റ് വീശി അടിക്കണമേ, വീശി അടിക്കണമേ. തകർന്നു പോയവരെ, ജീവിതം കൈവിട്ടു പോയവരെ കർത്താവേ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കന്യാമറിയത്തിന്റെ, പരിശുദ്ധ അമ്മയുടെ, എല്ലാ മലക്കുമാരുടെ, രക്തസാക്ഷികളുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി ദൈവകരുണയ്ക്ക് നിന്നെ പരമേൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എഫെസ്യർ 4:30 രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതായത് ഇതിൻ്റെ അകത്ത് വിഷയം എന്ന് പറയണത്, നമ്മൾ എപ്പോഴും ഉടമ്പടിയിലിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് നിർജ്ജീവമാകാതിരിക്കാനും വേദനിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളൊരു ആൾ എന്നോട് ഒരു കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനെ കൂടുതൽ കോടതി ചാർജിങ് വരണമെങ്കിൽ വക്കീൽ പറഞ്ഞിരിക്കണത് ഇന്ന വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ വകുപ്പ് സത്യമാണോ? അപ്പം സത്യമല്ല, ആളെ നമ്മളെ കുരുക്കണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. എന്താ കാര്യം? അസത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ വിളിക്കണത് എന്താണ്? സത്യത്തിൻ്റെ ആത്മാവെന്നാണ് വിളിക്കണത്. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ സ്വരം കേൾക്കും. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഒരു ജീവിതമാണ്. അവിടെ നിങ്ങൾ തോറ്റാലും സത്യമോ വെടിയരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രതികളുടെ മുമ്പിൽ, പിശാചിന് മുമ്പിൽ ജയിക്കാൻ വേണ്ടി പിശാചിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കരുത്. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കണം. 6:25 എഫെസ്യൻസ് എടുക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. എഫേസോസ് 6:13 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഉടമ്പടി ജീവിതത്തിൽ ഒരു ജീവിതക്രമമുണ്ടത്. ജീവിതക്രമം, അതായത് ഇപ്പോൾ ഈ നമ്മുടെ ജെറോമി പറയണത്, അവസാനം പറയണത്, ഞങ്ങൾ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വാക്ക്. എന്താ അദ്ദേഹം പറയണത്? ഞങ്ങളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നോ ഞങ്ങൾ ദാനധർമ്മം ചെയ്യാൻ തുടങ്ങിയെന്നോ എന്നല്ല പറയണത്. ഞങ്ങൾ എന്തൊരു കോൺഷ്യസാണ്. ഞങ്ങൾ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻസ് വരും. എന്താണ് പ്രൊട്ടക്ഷൻ എന്ന് പറയണത്? അതിനകത്ത് വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണത്, ഒരു അക്കൗണ്ട് ദൈവമായിട്ട് ഓപ്പൺ ചെയ്യണം നമ്മൾ. ആ അക്കൗണ്ടിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിന് 8850 വാഗ്ദാനങ്ങളിലേക്കാണ് നമ്മൾ വരണത്. വാഗ്ദാനങ്ങൾ ഒന്നാണ്, എന്താ ഉള്ളത്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നാലും നമുക്ക് മുമ്പേ കർത്താവ് ആ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ആളെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കും. വല്ലാത്ത പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ ജെറോമിയുടെ വിഷയം എന്ന് പറയുന്നത്, ജെറോമി ഉടമ്പടി എടുത്ത്, ജെറോമി എന്താ ലൈഫ് എന്താണ്? ഉടമ്പടി അല്ലാത്തൊരു ജീവിതത്തിൽ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും സ്വന്തം കഴിവിൽ നല്ല ശമ്പളമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലുകൊണ്ട് ജീവിച്ച് പോകണവർ. അപ്പോൾ ഈ പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഭയങ്കര ഡാമേജാണ്. എന്താ കാര്യം? മെറിറ്റ് കൊണ്ട് തന്നെ അയാൾ ജീവിക്കുന്നുണ്ട് ഭൗതികമായി. അപ്പോൾ ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ വചനം നിങ്ങളെ ഒരു രണ്ടാം തരം പൗരനായിട്ടാണ് കാണുന്നത്. ദൈവരാജ്യത്തെ പൗരന്മാരെ രണ്ടായിട്ട് വചനം തിരിച്ചിട്ട് പറയും, നിങ്ങൾ മറ്റു മനുഷ്യരെക്കാൾ ഹതഭാഗ്യന്മാരാണ്. എന്താണ്? ഇങ്ങനെയുള്ള ഒരു ദൗത്യം, വചനവും ആത്മാവിനെയും പ്രോമിസ് ചെയ്യപ്പെടാത്ത ഒരു ജനതയെക്കാളും മോശമാണ് ആര്? ഈ സ്വന്തം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ. അപ്പോൾ എപ്പോഴും ക്രിസ്തുവിൽ ആങ്കർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ 50% മാത്രമേ ഈ ഭൗതിക ആവശ്യങ്ങൾ വരുന്നുള്ളൂ. 50% നിത്യതയാണ് വരുന്നത്. അപ്പോൾ നിത്യതയെക്കുറിച്ച് കോൺഷ്യസ് ആകണം. അതുകൊണ്ടാണ് ഭജന എപ്പോഴും പറയണത് യേശു ക്രിസ്തുവിൽ. എടുത്ത വചനം എടുത്ത് 1:15-19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ജീവിതത്തിന് വീട്, ജോലി, വിവാഹം, പ്രൊമോഷൻ, PR, പെൻഷൻ, ഇങ്ങനെയുള്ള ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എന്ത് പറ്റും? അത് നിങ്ങൾ പ്രസാദപരത്തിലോ നിത്യതയിലോ അല്ല വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റു മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവരാകും. എന്നും കൊന്നും നമ്മൾ ഉടമ്പടി പുതുക്കുന്ന ഇപ്പം നീല പേപ്പർ ചില ആൾക്കാരുടെ കയ്യിലുണ്ട്, ചില ആൾക്കാരുടെ സിൽവർ ഗ്രേ ഉണ്ട്. അപ്പം ഞാൻ സിൽവർ ഗ്രേക്കാരോട് ചോദിക്കും, എന്നാ നിയോഗം വെച്ചിരിക്കണത്? അത് കെട്ടിച്ചു വിട്ട മകളുടെ മകൾ, അതായത് ഇവരുടെ പേരക്കിടാവ് ഇപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയണത് അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, അതാണ് വെച്ചിരിക്കണത്. അപ്പം നിങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിച്ച് സിൽവർ ഗ്രേയും കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഈ അലപരാധി കാര്യങ്ങളെ വെക്കത്തുള്ളൂ. ഇവർ ശരിക്കും പറഞ്ഞ് സിൽവർ ഗ്രേയിലേക്കുള്ള ആൾക്കാർ വെക്കേണ്ടത് എന്താണ്? ഈ നിത്യത, ഈ ഭൗതികമായ വിഷയങ്ങളൊന്നും വെക്കരുത്. ഇതൊക്കെ എന്താ കാര്യം? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങളും വെക്കേണ്ടത് എന്താണ്? കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അതുപോലുള്ള പുതിയ പുതിയ ദൈവമേഖലകളിലെ ശുശ്രൂഷ കാര്യങ്ങളല്ലേ വെക്കേണ്ടത്. അപ്പോൾ ഉടമ്പടി ഗ്രോത്ത് അങ്ങനെ വരണത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സിൽവർ ഗ്രേ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതുക്കൾ നിർത്തി വെച്ചതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും നേരിട്ട് ഒരു ദിവസം കാണും. സിൽവർ ഗ്രേക്കാരെ എല്ലാവരും നേരിട്ട് കാണും. എന്നിട്ട് അവരുടെ എല്ലാം എടുപ്പിക്കും. ഞാൻ അവരുടെ നിയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എടുപ്പിക്കും.
എടുപ്പിച്ചിട്ട് അവർക്ക് പ്രത്യേക ധ്യാനം നടത്തി. അതിനാണ് മരിയൻ അഗ്നി അഭിഷേക ധ്യാനം എന്ന് പറഞ്ഞൊരു ധ്യാനം വരുന്നുണ്ട്. താമസമുള്ള ധ്യാനമാണ്. അപ്പോൾ അവരെ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തിട്ട് അവർ ഇനിയുള്ള കാലങ്ങളിൽ ഇതിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇല്ലായ്മ ഓർത്തുകൊണ്ടും ഞാൻ പ്രശംസിക്കുമെന്ന് പറയുന്ന ഒരു ആധ്യാത്മികത. അതാണ് ബൈബിളിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9 ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഇപ്പൊ നമ്മൾ ഉടമ്പടിയുടെ 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും ഒക്കെ നമ്മുടെ ഇല്ലായ്മ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത്, ഇല്ലേ? ഉടമ്പടി പുരോഗമിക്കുന്നതനുസരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രശംസയായിട്ട് മാറും. അതാണ് വ്യത്യാസം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു ഈ ആൾത്താരിൽ കയറ്റിയതിന്. ഞാനൊരു ഹിന്ദുവാണ്, പാലക്കാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മണിമാല. ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 24-ാം തീയതി. എൻ്റെ മകനെ സൗഖ്യം കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അവന് വയറ്റിലൊരു മുളയുണ്ടായി. അതിന് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഉപ്പും തൈലവും പുരട്ടിയാൽ ശരിയാകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു ചെക്കൻ സീരിയസാണ്, മരിക്കാനാകുന്നു. 2 മണിക്കൂർ സമയം തന്നു അവർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ 200 രൂപയെ മാത്രമേ ഉള്ളൂ. തൈലമുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ എന്താ ചെയ്യാമെന്നറിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണമെന്നാണ് അവർ പറഞ്ഞത്. മരിച്ചു പോകും, ചെക്കൻ ആദ്യമായിട്ടൊന്ന് കണ്ടോളിന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ആ സമയത്ത് തൈലം വയറ്റിൽ പുരട്ടിയിട്ട്, മാതാവേ ഞാൻ നിന്നെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ വിശ്വാസം പൂർണ്ണമായി നിന്നും മാത്രമേ ഉള്ളൂ, ഡോക്ടറെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ തൈലം അവൻ്റെ വയറ്റിൽ ഞാൻ പുരട്ടുന്നു, അവൻ്റെ ജീവൻ നീ തിരിച്ചു തന്നാൽ ഞാൻ ഈ ആൾത്താരിൽ സാക്ഷി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകൻ ആ തൈലം പുരട്ടി. അവൻ അതിൻ്റെ ഉള്ളിൽ ആ തൈലം പുരട്ടിന് മുമ്പിൽ തന്നെ അവർ പത്രങ്ങളും അത് ഇതൊക്കെ എൻ്റെ ആധാർ കാർഡ് ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവർ ഇത് വെച്ചാൽ മാത്രമേ അവനെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തൈലം പുരട്ടി, എനിക്ക് വിശ്വാസമായി. പക്ഷേ ഇതിൽ സീല് വെച്ച് തന്നാലേ ചെക്കനെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതും അങ്ങനെ ഇരിക്കുമ്പോൾ മാതാവേ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ എങ്ങനെ ഇത് പോയി കാണിക്കുക? ജില്ലാ മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് ആരും അറിയില്ല. മാതാവേ എന്ന് വിളിച്ചപ്പോൾ അവിടെ ആ ബുക്ക് നേരത്തെ എൻ്റെ അനിയൻ കൊണ്ടുപോയപ്പോൾ അവർ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ അപ്പോൾ കണ്ണീർ വിട്ട് കരഞ്ഞിട്ട് അവിടെ മുട്ടുകുത്തി ആ തൈലത്തിന് അതിൻ്റെ മേളിൽ പുരട്ടിയിട്ട്, നീയാണ് അവനെ രക്ഷിക്കണത്, ഓപ്പറേഷൻ അല്ല, പക്ഷേ ഇത് അവർ സീല് വെച്ച് തന്നാലേ എൻ്റെ മകനെ അവർ നോക്കുമെന്ന് പറഞ്ഞു. ആ സീല് വെക്കാൻ ഒരമ്മ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ വേഗം അത് വാങ്ങി അതിൽ സീല് വെച്ചു. മോളെ സന്തോഷമല്ലേ, പോന്ന് പറഞ്ഞു. അവരെനിക്ക് ആരുന്നേ അറിയില്ല. എനിക്ക് ഒരുപാട് അത്ഭുതമായി. അവൻ്റെ ജീവൻ എൻ്റെ കൈക്ക് തന്നു, മാതാവ് തന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഉള്ളിൽ പോയി അവന് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവൻ നല്ല പൂർണ്ണമായി നല്ലൊരു കുട്ടിയായി അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഇത് 1ാമത്തെ സാക്ഷിയാണ് എനിക്ക്. 2ാമത് ഉടമ്പടി എടുത്തിട്ട് പോയി. എൻ്റെ മകൾ ഒരു 6 മാസമായിട്ട് 1 കൊല്ലത്തോളം പീരീഡ് ആകണില്ല. ഡോക്ടറോടും ഞാൻ കൊണ്ടുപോയില്ല. ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് പോയിട്ട് മാതാവിനോട് നിയോഗം വെച്ചിട്ട് പോയി. അമ്മ മാതാവേ ഈ തൈലം ഞാൻ പുരട്ട, അവൾക്കത് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. പക്ഷേ പോയി 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അവളുടെ പീരീഡ് ആയി. ഇത് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തത് ഡിഗ്രി കഴിഞ്ഞിട്ട് 2 കൊല്ലം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മാതാവിനോട് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് പഠിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല മാതാവേ, അവൾക്കൊരു സീറ്റ് കിട്ടണം, ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞു. 3ാമത്തെ മാസം എല്ലാവരും പഠിക്കാൻ പോയി, അവൾക്ക് സീറ്റ് വന്നിട്ടില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കാനും ആൾക്കാരെ നോക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് സീറ്റ് വന്നില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് ഞാൻ എല്ലാവരും ക്ലോസായി, അമ്മ ഇനി ഈ കൊല്ലം നമുക്ക് സീറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. മാതാവിനോട് ഒത്തിരി കരഞ്ഞിട്ട് മാതാവ് ഈ കൊല്ലം പോയാൽ അവളുടെ എല്ലാം പോയി, ഉടമ്പടിയല്ലേ അമ്മ എനിക്ക് എല്ലാം ഉള്ളത്, എൻ്റെ കയ്യിൽ വേറൊന്നും ഇല്ലല്ലോ, എൻ്റെ മാതാവ് എൻ്റെ കുട്ടിക്ക് ഒരു സീറ്റ് തരില്ലേ അമ്മ, ഞാനില്ലാത്തവളല്ലേ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അമ്മ എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ പൊട്ടിക്കരഞ്ഞ അറിയില്ല,
18-ാം തീയതി എല്ലാം ക്ലോസ് ആക്കി. ഏത് കോളേജുകളിൽ സീറ്റ് കിട്ടില്ല, എല്ലാവരും അടച്ചു കഴിഞ്ഞു. 3 മാസത്തിൽ കൂടുതലും ആയി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഇനി കിട്ടത്തില്ല എവിടെയും പറഞ്ഞു. അപ്പം 2 കൊല്ലം വീട്ടിലിരിക്കുകയാണ് അവൾ. അതുവരെ ഏതൊരു ഇതും വന്നിട്ടില്ല. 18-ാം തീയതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ മാതാവ് ഒരു വഴി കാണിച്ചു തരണം എനിക്കിന്ന് പറഞ്ഞു. 15-ാം തീയതി 10 കോളേജുകളിലിരുന്ന് അവൾക്ക് എല്ലാവരും മെസ്സേജുകൾ അയക്കുകയാണ്, ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ഇടണമെന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ട് വന്നത് അമ്മ മാതാവിൻ്റെ ഈ അടുത്തുള്ള കോളേജ്, ഗവൺമെൻറ് കോളേജാണ് അവൾക്ക് കിട്ടി. ഇന്ന് അവൾ 2ാമത്തെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തത്, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ 10 കൊല്ലമായി താമസം വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ചത്. ഉടമ്പടി എടുക്കണ വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തു പോയി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മനെക്കുറിച്ചും അമ്മ മാതാവിനെക്കുറിച്ചും എൻ്റെ ചെവിയിൽ കേൾക്കാത്തതല്ല. ഉടമ്പടിയിലാണോ ജീവിക്കുന്നത്, ഉടമ്പടിയാണോ നിൻ്റെ ജീവിതം, നീ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയത്, എങ്ങനെയാണ് പോയത്, അവർക്ക് വേറൊന്നും വാക്കുകളില്ല. മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചങ്കു പൊട്ടി. മാതാവേ, എനിക്ക് ഈ സ്ഥലം വേണ്ട, എന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ തമിഴ്നാടിലുള്ള ഒരു ബാർഡറിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എനിക്ക് പറഞ്ഞ്. അതെനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ കേരളത്തിലുള്ളവൾ, അവിടെ പോകാൻ പറ്റില്ല. എന്നാലും ഞാൻ ആ സ്ഥലം അന്വേഷിച്ച് പോയി. അവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ആദ്യം പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. മാതാവിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് അവിടെ കിട്ടി. ഇരുന്ന് 3 മാസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവിടെ ആത്മഹത്യ ചെയ്ത വീടാണെന്ന്. പക്ഷേ അമ്മ മാതാവ് എന്നെ 1 കൊല്ലം അവിടെ ഇരിപ്പിച്ച് പിന്നെ വീണ്ടും പറഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഈ സ്ഥലം വിട്ട് നീ മാറിക്കോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തിലിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് എനിക്ക് വണ്ടിയില്ല, 4 മൈൽ ദൂരം നടക്കണം. മാതാവേ, എനിക്ക് വണ്ടി ഓടിക്കാനും അറിയില്ല, വണ്ടി വാങ്ങാനുള്ള പൈസയില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയിലൂടെ 5:30 മണിക്ക് എണിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയം അത് ഞാൻ അത്യാഗ്രഹമാണ് അതൊക്കെ ചോദിക്കണതെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാലും അമ്മനോടല്ലേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു 3 മാസം പോലും ആയിട്ടില്ല. അത് എങ്ങനെയൊക്കെയോ പോയി ആ വണ്ടി ഞാൻ എടുത്തു. വണ്ടി ഓടിക്കാനറിയില്ല. എടുത്ത ദിവസം തന്നെ അവർ പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഓടിക്കുമോയെന്ന്. എനിക്കറിയില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞ് തൈലം പുരട്ടിയിട്ട് ഉപ്പ് അതിൻ്റെ മുകളിലിട്ടിട്ട് ഞാൻ, മാതാവേ എനിക്കറിയില്ല അമ്മേ, എൻ്റെ വണ്ടി നീ തന്നെ എനിക്ക് പഠിപ്പിച്ച് തരണമെന്ന് ഓടിച്ചു. ഇന്ന് ഹൈവേയിൽ നല്ല രീതിക്ക് ഓടിക്കുന്നു. ഇതുവരെ ഒരു ആക്സിഡൻറ്റോ വീഴലോ ഒന്നുമില്ല. നല്ല രീതിക്ക് ഓടിച്ചും കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എനിക്ക് കൂടെയുണ്ട്. എൻ്റെ മോനെ ചെക്കന്മാരുടെ കൂടെ ഒക്കെ കൂടി കിടക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ അതിനെ ഞാൻ പ്രാർത്ഥനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ഒരു നല്ല കുട്ടിയായി അമ്മ മാതാവ് അവനെനിക്ക് മാറ്റി തന്നു. എല്ലാ ഇതിൽ നിന്നും മാറ്റി നല്ലൊരു കുട്ടിയായിട്ട് ഈ ആൾത്താരിൽ കൊണ്ടുവന്ന അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ 10 കൊല്ലമായിട്ട് ആദ്യമായി ഞാൻ മാപ്പ് ചോദിക്കണു. 10 കൊല്ലമായിട്ട് വെറ്റില അടക്ക പുകയില ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് എന്നെ കൊണ്ട് മറക്കാനേ പറ്റില്ലായിരുന്നു. ഈ കൊറോണ സമയത്ത് എങ്ങനെയോ പഠിച്ചതാണ്, എനിക്ക് മറക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ അതൊന്നും ഒരു വലിയ കാര്യമല്ല, ഞാൻ ഒരു തെറ്റിലേക്കും പോകണില്ല, ഇത് മാത്രമല്ലേ ഞാൻ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ദിവസം പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ 6 മണി സമയത്ത് എന്നോട് എൻ്റെ ചെവിയിൽ പറയാണ്, നിൻ്റെ മകൻ നന്നാകുകയാണെങ്കിൽ നീ ഈ ദുഷ്ടശീലങ്ങളൊക്കെ ഉണ്ടായാൽ അവൻ എങ്ങനെ നന്നാകുമെന്ന് എനിക്ക് പറഞ്ഞു. അപ്പം ഞാൻ വേഗം എണിച്ചിട്ട് ഇതെന്താ നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയണോ? അല്ലല്ല, അത് നമുക്ക് തോന്നിയതാണെന്ന് പറഞ്ഞു. രാവിലെ എണിച്ചപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിക്കുകയാണ്, അമ്മേൻ്റെ കയ്യിൽ തന്നെ ഇതൊക്കെ ഇട്ടാൽ മകൻ എങ്ങനെ നന്നാകുമെന്ന്. അപ്പം സത്യമാണ്, അമ്മ മാതാവാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമായി. അന്ന് വൈകുന്നേരത്ത് ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി. അപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്കറിയാതെ തന്നെ എൻ്റെ നാവിൽ ഒരു തരിതരിപ്പുണ്ടായിരുന്നു. പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ എന്തോ ഇറങ്ങിയ പോലെ, മാതാവേ, സഞ്ചാരി മാതാവല്ലേ, അമ്മേൻ്റെ അടുത്തല്ലേ ഞാൻ ഈ പ്രാർത്ഥിക്കണ്, എനിക്കെന്തുകൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല? ദൈവമാതാവേ, നിൻ്റെ ശക്തിയിലാൽ ഇനി ഈ നാവിൽ ഞാൻ ചത്തുപോയാലും ഇത് ഞാൻ തൊടാൻ പാടില്ല പറഞ്ഞു. അന്ന് തൊട്ട് ഇതുവരെ എനിക്കതിനെ കാണുമ്പോഴും കണ്ട് അതിന് ഒരു ഇതും എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ഇട്ടിട്ടുമില്ല.
പേഷണ പ്രവർത്തനമായി റോഡ് സൈഡിലുള്ളവർക്കൊക്കെ ഞാൻ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഒന്നുമില്ലാത്തവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പത്രങ്ങൾ റോഡ് സൈഡിലുള്ളവരും പള്ളിയിലും പിന്നെ ബസ്സിൽ പോകുമ്പോൾ ആൾക്കാർക്കും എന്നെ എവിടെ ഞാൻ കാണണോ അവർക്കൊക്കെ ഞാൻ പത്രം പെട്ടെന്ന് എടുത്ത് കൊടുക്കില്ല. അവരോട് ചോദിക്കും, ഇങ്ങനെയാണ് കൃപാസനം അവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഇങ്ങനെ ആയത്, ആ അമ്മനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും കുറച്ച് ആ തൈലം ഒന്ന് പുരട്ടിത്താ മോളെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഒരു ഏട്ടന് കാലിൽ പുരട്ടിയപ്പോൾ 3 മാസമായി എണീക്കാൻ പറ്റാത്തിരുന്ന അവർക്ക് സുഖപ്പെട്ടു. അവർ പറഞ്ഞു ഇത് നല്ല സ്ഥലമാണ്, ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അവരിവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും ഇതുവരെ ചെയ്തു തന്ന ഓരോ ഉപകാരങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ വരുന്നത് ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. 2022 ജനുവരിയിലാണ് ഞാൻ ആദ്യ ഉടമ്പടി എടുക്കുകയും എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ മകനും എനിക്കും വേണ്ടി ദൈവം ചെയ്തു തന്നു. അതൊന്ന് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിന്നിവിടെ പറയാൻ പറ്റാതെ വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. 5 വർഷമായി എനിക്ക് കാലിന് വേദന ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. അത് എപ്പോഴാണ് മാറിയതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ കാലുവേദന ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ പുറത്താണല്ലോ എനിക്കിത് മാറ്റി തന്നതെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ ജൂൺ മാസത്തിൽ ഇവിടെ വന്ന് എനിക്ക് 60 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ വഴിയില്ലായിരുന്നു. ഒരുപാട് നാൾ ഞാൻ പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി പോകാത്ത ഒരു സ്ഥലവുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വഴിക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ 60 വർഷത്തിനിടയിൽ ഞാൻ ഈ ജൂൺ മാസം ഇവിടെ വന്നു. 18-ാം തീയതി ഉടമ്പടി പുതുക്കാനാണ് ഞാനിവിടെ വന്നത്. ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി അച്ഛനെ ഒന്ന് കണ്ട് ഈ വഴിയുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോഴും ഞാൻ ഓടിച്ചെന്ന് ആ ക്യൂവിൽ നിന്നു. ക്യൂവിൽ അങ്ങ് അറ്റത്ത് നിന്ന് ഞാൻ വരിയായി അടുത്തെത്തിയപ്പോഴേക്കും അവർ പറഞ്ഞു ഇങ്ങനെ വന്നാൽ പറ്റില്ല, അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നാലേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്യും, ഇനി ആറ്റങ്ങ പോയി ഞാൻ വഴിയിലെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോഴേ എനിക്ക് തോന്നി വീട്ടിൽ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ വഴിയിലെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ ആവശ്യപ്പെടുകയും വഴിയിലെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരികയും ചെയ്തു. അടുത്ത് ഒരു കടയിൽ കൊടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വീണ്ടും ഞാൻ ക്യൂവിൽ വന്ന് നിന്നു. എനിക്ക് അച്ഛനെ കാണാനുള്ള ടോക്കനും കിട്ടി. ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ ഈ ഫോട്ടോസ്റ്റാറ്റ് വാങ്ങിച്ചു പരിശുദ്ധ അമ്മയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി തല അതിൽ വെച്ച് പ്രാർത്ഥിച്ചത് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് ഒരു പെട്ടി തുറന്നൊരു കാശ് രൂപം എടുത്ത് എൻ്റെ തന്നു. ഞാൻ അത് വാങ്ങി എഴിക്കുമ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ കാശ് രൂപം ഇന്ന് കൊണ്ടുപോയി നിൻ്റെ വഴിയിൽ കുഴിച്ച് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോരാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ തിരിച്ചു വന്നു. ജൂലൈ 31 ഞാൻ പ്രമാണം എഴുതി. സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ വണ്ടി ഇറക്കി. വഴി നല്ല രീതിയിൽ ഒരു വഴിയും വെട്ടി. 7.25 സെൻറ്റ് പെരയിടം ഒരു വഴി മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷേ എൻ്റെ പരിശുദ്ധയമ്മയും തിരുകുമാരനും ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് 7.5 സെൻറ്റ് പെരയിടം കൂടി എനിക്ക് തന്നു. പരിശുദ്ധയമ്മ എന്നെ അനുഗ്രഹിച്ച് 60 വർഷം നടക്കാതെ പോയ കാര്യം പരിശുദ്ധ അമ്മ എനിക്ക് നടത്തി തന്നതിന് 1000 നന്ദി. പിന്നെ ഞാൻ പത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പത്രങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കും. ഹോസ്പിറ്റലിൽ അങ്ങും ഇഞ്ഞും കയറി ഇറങ്ങി ഞാൻ നോക്കും ആരാണ് ഏറ്റവും ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവരെന്ന് കണ്ടിട്ട് ആ ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ ചിലവിനുള്ളത് ആഹാരം കഴിക്കാനുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ രോഗികളടുത്ത് ചെന്ന് നിന്ന് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ അസുഖങ്ങളും കാര്യങ്ങളും വേദനകളെല്ലാം ചോദിച്ചറിഞ്ഞ്
പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ എൻ്റെ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത് ഈ പത്രം ഞാൻ അവർക്ക് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇത് പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അവരെന്നെ തിരിച്ചു വിടുമായിരുന്നു. പിന്നെ ഓട്ടോക്കാരുടെ അടുത്ത് കൊണ്ടുപോകും, അവരുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഞാനിത് കൊടുക്കുമ്പോൾ അവർ ചില ആളുകൾ അവിടെ കളഞ്ഞിട്ട് പോകും. പിന്നെ ഞാൻ അത് പോയി എടുക്കും, പിന്നെ വേറൊരാളിന് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ എടുത്തും ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ മകനെ കൊണ്ടുവരാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ മകന് 33 വയസ്സായിട്ടും കല്യാണം നടക്കില്ല. കല്യാണം നടക്കാത്ത കാരണം അടി, പിടി, അക്രമം, മദ്യപാനം ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആരോടും എൻ്റെ മകന് വേണ്ടി ഒരു പെണ്ണിനെ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആരോടും ചോദിച്ചില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2022 ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതിൽ വെച്ച് 2023 ആകുമ്പോൾ ജനുവരി 21 എൻ്റെ മകൻ്റെ കല്യാണം നീ നടത്തിത്തരണേ പരിശുദ്ധേമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ തിരുകുമാരനോടും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ആ 2023 എൻ്റെ മകൻ ഗൾഫിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തി. 2023 നിൻ്റെ വിവാഹമാണ്, നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരു പെണ്ണിനെ പോലും കണ്ടിട്ടില്ല. എൻ്റെ മകൻ തിരിച്ചു വന്നു. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരിയായി, മാർച്ചായി. അപ്പം എൻ്റെ മകൻ പറഞ്ഞു, ഇനി അമ്മ പള്ളിയിലൊന്നും പോകണ്ട, ഇതോടെ നിർത്തിക്കൊള്ളണം. 2023 ജനുവരിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണമൊന്നും നടന്നില്ല, ഒരു പെണ്ണിനെ പോലും കണ്ടില്ല, ഇത് മതിയാക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിന് ഒരു നിമിഷം മതി ശ്യാമേ, നീ ഒന്ന് സമാധാനപ്പെടും, നിനക്കൊരു കല്യാണം എൻ്റെ ദൈവം ഒരു നിമിഷങ്ങൾക്കുള്ളിൽ നടത്തി തരുമെന്ന് പറഞ്ഞ് ആ ഏപ്രിൽ 6-ാം തീയതി ആയപ്പോൾ 10 ദിവസം കൊണ്ട് ഒരു പെൺകുട്ടിയെ കാണുകയും ഒരു കല്യാണം ആ 10 ദിവസം കൊണ്ട് നടത്തുകയും ചെയ്തു. 10 ദിവസം കൂടി ഞാൻ അധികം ചോദിച്ചു, എൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ചോദിച്ചു. എൻ്റെ മകനൊരു കല്യാണമൊക്കെ നടന്ന് നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് ദൈവം കാണിച്ചു തന്നു. ഇപ്പോൾ ആ കുട്ടി എൻ്റെ മരുമകളല്ല, മകളാണ്, നല്ല കുട്ടിയാണ്. വേറെ ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോൾ പോകുന്നുണ്ട്. ഒരു ചെറിയ ജോലിയും ഒക്കെ ഉണ്ട്. ചൈതന്യ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ്റെ മദ്യപാനമെല്ലാം പൂർണ്ണമായും മാറി. 6 മാസത്തിൽ ഒരു കേസ് അവൻ എന്തായാലും ഉണ്ടാക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും അവൻ ഒരു പ്രാവശ്യം ജയിലിലും ഒക്കെ കിടന്നു. അടിക്കേസ് കൂട്ടുകാർക്ക് വേണ്ടി പോണതാണ്, നമുക്ക് വേണ്ടി ഒന്നും പോണതല്ല. അതിൽ നിന്നെല്ലാം ഇപ്പോൾ 1 വർഷം കൊണ്ട് എനിക്കൊരു സമാധാനവും സന്തോഷവും തന്ന് ദൈവമാതാവും തിരുകുമാരൻ എന്നെ അനുഗ്രഹിച്ചതിനായി 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും അർപ്പിക്കും.